നമസ്കാരം. കേരള സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രോജക്റ്റുകളിലൊക്കെ PSC പരീക്ഷയില്ലാതെ ലഭ്യമായിരിക്കുന്ന കുറേ അധികം അവസരങ്ങൾ അത് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അതല്ലെങ്കിൽ കിഫ്ബി, അതുപോലെ KDISC, അല്ലെങ്കിൽ ASAP കേരള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്താവുന്ന ചില അവസരങ്ങൾ. അതിൽ ഈ KDISCൽ മാത്രം വിവിധ ജില്ലകളിലായിട്ട് ഏതാണ്ട് 62ഓളം ഒഴിവുകളുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു പ്രൈവറ്റ് കമ്പനി, നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് വിവിധ മേഖലകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വയിലേക്ക്. ആദ്യം ഞാൻ ആസാപ്പ് കേരള, ആസാപ്പ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ഇത് കേരള ഗവൺമെന്റ് കീഴിലുള്ള ഇപ്പോൾ ഒരു സ്വതന്ത്ര കമ്പനിയാണ്. ഇവിടേക്ക് ഏതാണ്ട് 40ലധികം ഒഴിവുകളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആസാപ്പ് ആർ യു എ ഡൈനാമിക് ഗ്രാജുവേറ്റ് ലുക്കിംഗ് ടു മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ ഡിഗ്രിക്കാർക്ക് ആസാപ്പ് കേരളയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ആദ്യത്തേത് എക്സിക്യൂട്ടീവായിട്ട് 16 ഒഴിവുകളുണ്ട്, ജൂനിയർ എക്സിക്യൂട്ടീവായിട്ട് 10 ഒഴിവുകളുണ്ട്, ഗ്രാജുവേറ്റ് ഇന്റേൺസ് ആയിട്ട് 15+ ഒഴിവുകളുണ്ട്. ഇന്റേൺസ് ആയിട്ടാണെങ്കിൽ എനി ഡിഗ്രി, ഫ്രഷേഴ്സ് ക്യാൻ ഓൾസോ അപ്ലൈ. അവിടെ പ്രതിമാസ സ്റ്റൈഫൻഡ് 12,500, 12,500. ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് 10 പേരെ നിയമിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആയി വയ്ക്കുന്നത് 19,750 ശമ്പളം. എക്സിക്യൂട്ടീവായിട്ട് 16 പേരെ നിയമിക്കുന്നുണ്ട്, ശമ്പളം 25,350. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ പോയാൽ കൂടുതൽ ഒഴിവുകളും ലഭ്യമാണ്. അപ്പൊ അതിനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നും കൂടി ഞാൻ ഒന്ന് കാണിക്കാം. ഈ ആസാപ്പിന്റെ വെബ്സൈറ്റിൽ വന്നാൽ, അതിന്റെ കരിയർ പേജിൽ വന്നാൽ, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ, ഈ കരിയർ പേജിൽ വന്നാൽ ഈ വേക്കൻസികളുടെ എല്ലാം ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. മറ്റു വേക്കൻസികൾ ഇവിടെ ലഭ്യമാണ്. ഇവിടേക്ക് വന്ന കുറേ അധികം വേക്കൻസികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ചിലതൊക്കെ ആപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്, അങ്ങനെയുള്ളതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അതായത് ഇവിടെ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം, അതായത് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഗ്രാജുവേറ്റ് ഇന്റേൺ. അപ്പം ഞാൻ ഒരു ഗ്രാജുവേറ്റ് ഇന്റേൺ 10 ഒഴിവുകളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒഴിവുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ മേഖലകളിലാണ് ഇവർ ഹയർ ചെയ്യുന്നത്. 20 5 PM വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് ഇന്റേൺ അത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റിലേക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചി കളമശ്ശേരിയിലായിരിക്കും വേക്കൻസി ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചു, ഈ ഇന്റേൺഷിപ്പിനെല്ലാം 12,500 സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. ഇവിടെ പല മേഖലകളിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് നിയമിക്കുന്നുണ്ട്, ഇന്റേൺ ആയിട്ട് ലീഡ് മാനേജ്മെന്റിൽ ഇന്റേണലായിട്ട് നിയമിക്കുന്നുണ്ട്, IT സപ്പോർട്ടിലേക്ക് നിയമിക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഇവരെ ഈ ഇന്റേൺ ആയിട്ട് തന്നെ നിയമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഇവരുടെ ആസാപ്പ് കരിയേഴ്സ് ആണ് കാണിച്ചത്. ഈ കരിയർ പേജിൽ തന്നെ SDA കരിയേഴ്സ് ഉണ്ട്, അതായത് ഇവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലെ വേക്കൻസികളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാ ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹൈക്കണ്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, സൈലം ലേണിംഗ്, ഇങ്ങനെയുള്ള കമ്പനികളിലെയൊക്കെ അവസരങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ആസാപ്പ് കേരളയിൽ ലഭ്യമായിരിക്കുന്ന 40ലധികം ഒഴിവുകളാണ്. അത് വിവിധ മേഖലകളിൽ ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ. ഓർക്കുക, ഗ്രാജുവേറ്റ് ഇന്റേൺസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ കാണിച്ചത്. അതുകൂടാതെ ജൂനിയർ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള തസ്തികകളിലും ഹയറിംഗ് നടക്കുന്നുണ്ട്. ഇതാണ് ഒരു സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇനി നമുക്ക് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് മിഷനിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. അവരുടെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജൂനിയർ എഞ്ചിനീയർ നെറ്റ്വർക്കിംഗ്, അതേപോലെ തന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് മാനേജർ, പ്രൊജക്ട് അസിസ്റ്റന്റ്, ഈ തസ്തികകളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. ജൂൺ 27 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് ഇവരുടെ സൈറ്റിൽ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റിലേക്ക് വന്നാൽ ഈ വേക്കൻസികളുടെയൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ വന്നാൽ ഞാൻ മുമ്പ് സൂചിച്ച വേക്കൻസികളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇന്റേൺ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലേക്കുള്ള ഹയറിംഗ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ജൂൺ 20 വരെ എല്ലാ വേക്കൻസികൾ, ജൂൺ 27 വരെ എല്ലാത്തിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽ എനി ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. MS ഓഫീസ് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇന്റേൺ ആയിട്ട് 15,000 പെർ മന്താണ് ശമ്പളം ഉള്ളത്. 6 മാസത്തെ ഡ്യൂറേഷൻ ആയിരിക്കും. തിരുവനന്തപുരം ആയിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ നൗവേ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വിവിധ വേക്കൻസികൾ ഈ സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രോജക്റ്റ് അസിസ്റ്റന്റ് എടുത്താൽ ചിലത് ഫ്രഷേഴ്സ് ആണ്, ചിലത് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പ്രോജക്റ്റ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ജൂൺ 27 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കോഴിക്കോടേക്കായിരിക്കും. 1 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും. ഒരു പൊസിഷനേ ഉണ്ട്. ആ ജോലികൾ എന്തൊക്കെയാണ്? ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം. അതിൻ്റെ ബെനിഫിറ്റ്സ് 22,000 പെർ മന്താണ് ശമ്പളം. അപ്ലൈ നൗവേ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇത് മിനിമം 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കുറേ വേക്കൻസികൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ലഭ്യമാണ്. ഇവിടെ വന്നാൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കതും മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അടുത്തായിട്ട് കേരളത്തിലെ ഏതാണ്ട് 14 ജില്ലകളിലുമായിട്ട് 62 ഒഴിവുകളിലേക്ക് KDISCന്റെ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. KDISC എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു പ്രവർത്തനമാണ്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. അപ്പോൾ അവിടേക്കുള്ള ഹയറിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജൂൺ 24 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് KDISC എന്താണെന്നൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഒരു പ്രൊജക്ട് മഴവില്ല്, ഈ ഒരു പ്രൊജക്റ്റിലേക്കാണ് ഹയറിങ് നടത്തുക. 62 പേരെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. മദർ ആനിമേറ്റേഴ്സ് മഴവില്ല് പ്രൊജക്ട്, ഈ ഒരു തസ്തികയിലാണ് ഹയറിങ് നടത്തുന്നത്. ടോട്ടൽ 62 വേക്കൻസികളാണ് ഉള്ളത്. ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? എനി സയൻസ് ഡിഗ്രി ഓർ ഇക്വലന്റ്. സയൻസ് വിഷയത്തിൽ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിന് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. 40 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് 12,500 രൂപയായിരിക്കും കൺസോളിഡേറ്റഡ് ആയിട്ട് മന്ത്ലി പേയ്മെന്റ് കിട്ടുക. ലൊക്കേഷൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവസരങ്ങളുണ്ട്. 14 ജില്ലകളിലും അവസരങ്ങളുണ്ട്. അപ്പോൾ 14 ജില്ലകളിലായിട്ട് 62 പേരെ നിയമിക്കുന്നത്. മദർ ആനിമേറ്റർ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും എവിടെയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം എടുത്താൽ തിരുവനന്തപുരത്ത് 7 വേക്കൻസികളാണുള്ളത്. ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്കൂളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. കൊല്ലത്ത് 2 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. അത് GMRS കുളത്തുപുഴ. അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയിലെയും അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ റീജിയണൽ സെന്റേഴ്സിൽ ഒരു 6 അവസരമുണ്ട്. മഹാരാജാസ് കോളേജ് എറണാകുളത്ത് 3 ഒഴിവുകൾ, IRTC മുണ്ടൂര് അവിടെയും ഒരു 3 ഒഴിവുകൾ. അപ്പം ഇത് ഏതെങ്കിലും സയൻസ് വിഷയത്തിൽ ഡിഗ്രി ഉള്ള 40 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ 12,500 രൂപയ്ക്ക് മന്ത്ലി സ്റ്റൈഫൻഡിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ മെയിലിൽ തന്നെ ഒരു ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. അതിലേക്ക് മെയിൽ അയച്ച് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ KDISCൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് കേരള ഗവൺമെന്റിന്റെ തന്നെ കീഴിലുള്ള കിഫ്ബി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. കുപ്രസിദ്ധിയൊക്കെ നേടിയ ഒരു സ്ഥാപനമാണ് കിഫ്ബി. ഇപ്പൊ കിഫ്ബി എസ്റ്റാബ്ലിഷ് ചെയ്ത കിഫ്കോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. 3 തസ്തികകളാണ് ഉള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനീസ്, അതേപോലെ ഗ്രാജുവേറ്റ് ട്രെയിനീസ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. 25 ജൂൺ വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനീസ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷനിൽ 2 ഒഴിവുകൾ, ജനറൽ സിവിൽ വർക്ക്സിൽ 2 ഒഴിവുകൾ, മെക്കാനിക്കൽ സർവീസസിൽ 1 ഒഴിവ്. ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ഏരിയ. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MTech ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. 25,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. 28 വയസ്സിൽ വരെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ഗ്രാജുവേറ്റ് ട്രെയിനി ആയിട്ട് ട്രാൻസ്പോർട്ടേഷനിൽ 2 ഒഴിവുകൾ, ജനറൽ സിവിൽ വർക്ക്സിൽ 2 ഒഴിവുകൾ, ഇലക്ട്രോ മെക്കാനിക്കൽ സർവീസസിൽ 1 ഒഴിവ്. അതിനാർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെ BTech ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 20,000 ആണ് പ്രതിമാസ ശമ്പളം. 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 32,500 ആണ് പ്രതിമാസ ശമ്പളം. 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. CMDയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് ജൂൺ 25 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, കിഫ്ബിയുടെ കിഫ്കോണിൽ ലഭ്യമായിരിക്കുന്ന 3 വിവിധ തസ്തികകളിലെ അവസരങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്.
ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഇലക്ട്രിഫെക്സ്. ഇത് നമ്മളുടെ കൊച്ചി ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനിയാണ്. ഓട്ടോമൊബൈൽസിനൊക്കെ വേണ്ട പല ഒറിജിനൽ എക്യുപ്മെന്റ്സും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവര് വിവിധ തസ്തികകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും HR എക്സിക്യൂട്ടീവ്, ജൂനിയർ അക്കൗണ്ടന്റ്, എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതേപോലെ എക്സ്പീരിയൻസുകാർക്കുള്ള സീനിയർ അക്കൗണ്ടന്റ്, എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇങ്ങനെയുള്ള വിവിധ തസ്തികകളിൽ അവസരങ്ങളുണ്ട്. നമുക്ക് ഫ്രഷേഴ്സിന് 1-2 അവസരങ്ങളൊന്ന് പരിശോധിക്കാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇതൊരു ഫ്രഷർ അവസരമാണ്. 0 to 1 year എക്സ്പീരിയൻസ് ഉള്ള C++, പൈതൺ ഒക്കെ ഉള്ള കമ്പ്യൂട്ടർ സയൻസിൽ ഏതെങ്കിലും ഡിഗ്രി, BCAയോ MCAയോ BTech കമ്പ്യൂട്ടർ സയൻസോ അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം അതിനെങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക? അത് ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ജൂനിയർ അക്കൗണ്ടന്റ്, ഇത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന ഒരു അവസരമാണ്. ഇവിടെ കാണാനായിട്ട് സാധിക്കും MCOM അല്ലെ MBA അല്ലെങ്കിൽ CMA ഒക്കെ കഴിഞ്ഞ 65% മാർക്കുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ. ടാലി, സോഹോ, ബുക്സോ, എക്സൽ ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെ HR എക്സിക്യൂട്ടീവ് ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഫ്രഷേഴ്സ് മുതൽ 3 year വരെ എക്സ്പീരിയൻസ് ഉള്ള MBA, MHR, MA, MSc, MCOM ഒക്കെ കഴിഞ്ഞ 65% ഒക്കെ മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. എന്നിട്ട് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ സ്കെഡ്യൂള് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഈ സ്ലോട്ടുകൾ ഫുള്ളായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ അപ്ലൈ നൗവെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ താല്പര്യമുള്ള സ്ലോട്ട് ഓപ്റ്റ് ചെയ്ത് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം ഇലക്ട്രിഫെക്സ് എന്ന ഇൻഫോ പാർക്ക് കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന വിവിധ അവസരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. 4 ഒഴിവുകൾ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം, 4 ഒഴിവുകൾ എക്സ്പീരിയൻസിനും ഉള്ള അവസരങ്ങളാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതായത് കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയി വായിച്ച് നോക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ഒന്നും ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും പണം നൽകേണ്ടതുണ്ടെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷനിൽ അവർ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കും. അങ്ങനെയുള്ളതിന് മാത്രമേ പണം നൽകാവുള്ളൂ. അല്ലാതെ ആരെങ്കിലും അത് ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണ് jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.